അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അംഗപരിമിതിയുള്ള ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളുടെ വാക്കാലും പ്രവൃത്തിയാലുമുള്ള പെരുമാറ്റങ്ങളെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പരിഗണിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളായിരുന്നു ഭിന്നശേഷിക്കാർ. അന്നാളുകളിൽ ഇസ്ലാം ഇവിടെ ഉദയം ചെയ്യുന്ന കാലത്ത് അംഗപരിമിതിയുള്ളവർ ദുശഗുണമായി വരെ ഗണിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അംർ ഇബ്നു തുഫൈൽ ഇബ്നു അംർ അദ്ദൂസി ഉമർ റളിയല്ലാഹു തആലയുടെ ഭരണകാലത്ത് ഉമറിനോടൊത്ത് ഒരു സുഫ്രയിൽ ഭക്ഷണത്തിനിരിക്കുന്നുണ്ട്. ഈ അംർ ഇബ്നു തുഫൈൽ യമാമ യുദ്ധത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ കൈ നഷ്ടമായിരുന്നു. കൈൻ്റെ ഒരു ഭാഗം, മുൻഭാഗം. യമാമ യുദ്ധത്തിൽ അംർ ഇബ്നു തുഫൈലും അദ്ദേഹത്തിൻ്റെ ഉപ്പ തുഫൈൽ ഇബ്നു അംർ അദ്ദൂസിയും ഒക്കെ പങ്കെടുത്ത് വാപ്പ യമാമ യുദ്ധത്തിൽ ഷഹീദായി. മകൻ ഇങ്ങനെ ഒരു അംഗപരിമിതിയുള്ളവനായി പിൽക്കാലത്തേക്ക് ജീവിച്ചു. അപ്പോൾ ഉമർ കാണുന്നത് ഭക്ഷണത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട അംർ ഇബ്നു തുഫൈൽ കൂട്ടത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ മുതിരുന്നില്ല. അപ്പോൾ ഉമർ ചോദിച്ചു, അതെന്താ നിങ്ങൾ ഭക്ഷിക്കാത്തത് നമ്മളുടെ കൂടെ? അപ്പോൾ അദ്ദേഹം മൗനിയായി. ഉമർ പറഞ്ഞു, നിങ്ങളുടെ ഈ മുറിഞ്ഞ കൈ കാരണത്താൽ ആയിരിക്കുമല്ലേ? അതെ എന്ന് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, വല്ലാഹി ലാ അദൂഖുഹു ഹത്താ തദൂസഹു ബിയദിക്. അമീറുൽ മുഅ്മിനീൻ ഉമർ പറയാണ്, ഈ ഭക്ഷണം അള്ളാഹുവാണ്, ഞാൻ രുചിക്കുകയില്ല, താങ്കളുടെ കൈ ഈ ഭക്ഷണത്തിൽ കുത്തിയാലല്ലാതെ. എന്നിട്ട് ഉമർ പറഞ്ഞു, മാ ഫിൽ ഹാദിരീന സബഖഹു ബഅദുഹു ഇലൽ ജന്നതി ഗൈറുക്. ഈ കൂടിയവരിൽ അവരിലെ ചില ഭാഗങ്ങൾ സ്വർഗത്തിലേക്ക് മുൻകടന്നിട്ടുണ്ട് എങ്കിൽ അത് താങ്കൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് അറച്ചു നിൽക്കാനും മടിച്ചു നിൽക്കാനും ഒന്നും തുനിയേണ്ടതില്ല, ഇരുന്ന് ഭക്ഷിക്കാൻ പറഞ്ഞു ഉമർ അമീറുൽ മുഅ്മിനീൻ ഈ അംർ ഇബ്നു തുഫൈലിനോട്. ഇവിടെ ഈ ചരിത്രം കൊടുത്ത പണ്ഡിതന്മാർ പറയുന്നത്, ഈ അംഗപരിമിതിയുള്ളവർ കൂടിയിരുന്ന് ഭക്ഷിക്കുമ്പോൾ ചിലർ അതിലൊരു പ്രയാസം കണ്ടിരുന്നു എന്നാണ്. അത് ജാഹിലിയത്തിൽ നന്നായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തു നൂറിലെ ലൈസ അലൽ അഅമ ഹറജുൻ വല അലൽ ആറജി ഹറജുൻ വല അലൽ മരീദി ഹറജുൻ വല അല അൻഫുസികും അൻ തഅകുലു മിൻ ബുയൂതികും ഔ ബുയൂതി ആബായികും ഔ ബുയൂതി ഉമ്മഹാതികും ഔ ബുയൂതി ഇഖ്വാനികും ഔ ബുയൂതി അഖവാതികും ഔ ബുയൂതി അഅമാമികും ഔ ബുയൂതി അമ്മാതികും എന്ന് തുടങ്ങി ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സ്വഭാവങ്ങൾ, മര്യാദകൾ, രീതികളൊക്കെ പഠിപ്പിക്കുന്ന ആ വചനം ഇറക്കിയതിൻ്റെ അവതരണ പശ്ചാത്തലം പറയുമ്പോൾ പല കാരണങ്ങൾ പറയുന്നതിൽ ഒരു കാരണം കാഴ്ചയില്ലാത്തവർ, മുടന്തന്മാർ, രോഗികൾ, ഇവരൊക്കെ നിങ്ങളോടൊന്നിച്ച് ഭക്ഷിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കാരണം, അന്ന് ആളുകളിൽ ഇവരെ പ്രശ്നമായി കണ്ടിരുന്ന ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തെ അവതരിപ്പിക്കുകയുണ്ടായത് എന്നാണ്.
ഞാൻ ഈ ആമുഖം ഇവിടെ ഉണർത്തിയത് അംഗപരിമിതി ഉള്ള ആളുകൾ, വികലാംഗർ നല്ല നിലയിൽ പെരുമാറ്റം പെടുമാർ ഒരവസ്ഥയായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദയം ചെയ്യുന്ന നാളുകളിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനിയോഗത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പരിഗണിച്ചിരുന്നു ഈ ഒരു വിഭാഗത്തെ. ബനു വാഖിഫ് എന്ന് പറഞ്ഞ അൻസാരികളിലൊരു ഗോത്രമുണ്ട്, ബനു വാഖിഫ്. അവിടെ ജന്മനാ കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ഒരു അൻസാരിയായിരുന്നു. സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഇൻതലിഖൂ ബിനാ ഇലൽ ബസീർ നഊദുഹു. ബനു വാഖിഫ് ഗോത്രത്തിലുള്ള അൽ ബസീറിൻ്റെ അടുക്കലേക്ക് നമുക്ക് പോകാം, നമുക്ക് അദ്ദേഹത്തെ രോഗസന്ദർശനം നടത്താം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് സഹാബത്തിനോട്. ശരിക്കും അൽ ആമ എന്നാണ് ബ്ലൈൻഡിന് പറയാം, കാഴ്ചയില്ലാത്തവർക്ക് പറയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത് അൽ ബസീർ എന്നാണ്. എന്തുകൊണ്ട്? ഒരു അന്ധനായ വ്യക്തിയെ കാഴ്ചയുള്ളവൻ എന്ന അർത്ഥത്തിൽ അൽ ബസീർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചു. കണ്ണിന് മാത്രമല്ല കാഴ്ച, കൽബിനും കാഴ്ചയുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്ത എത്രയോ ആളുകൾ അകക്കണ്ണിൻ്റെ കാഴ്ചയിൽ ലോകരുടെ ശ്രദ്ധ നേടിയിട്ടുണ്ട്, പരിഗണനീയരായിട്ടുണ്ട്. ഇന്നഹ ലാ തഅമൽ അബ്സാറു ഫഇന്നഹ തഅമൽ ഖുലൂബ്. കണ്ണുകൾക്കല്ല കാഴ്ചയില്ലായ്മ, കൽബിനാണ് കാഴ്ചയില്ലായ്മ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ. അപ്പോൾ കണ്ണ് കാണുന്നത് പോലെ തന്നെ കൽബിനും കാഴ്ചയുണ്ട്. അൽ ബസീർ എന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാഴ്ചയില്ലാത്ത വ്യക്തിയെക്കുറിച്ച് പറയാൻ കാരണം അദ്ദേഹത്തിൽ ആളുകൾ വായിക്കാനും അദ്ദേഹത്തിൽ പ്രതീക്ഷ ഏറ്റാനുമാണ്. കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കൽബ് കാഴ്ചയുള്ളവനാണ് എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഈ പ്രയോഗങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ ഹദീസിനെ വിശദീകരിച്ച ഇമാം തഹാവിയെ പോലുള്ളതായ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്.